ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. സോ ഇനി നമ്മൾ പുതിയൊരു സെക്ഷനുമായിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചറിന്റെ ഒരു മുക്കാഭാഗം അല്ല എന്തെന്നെ എത്തിന്ന് പറയാം. ഓക്കെ, അതിനൊരു ചെറിയൊരു പോർഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ചാപ്റ്റർ അതിന് കഴിഞ്ഞ ക്ലാസ്സിലേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് വഴി തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് 3 ട്രാൻസ്പെറന്റ് യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ. നിങ്ങൾ ഉപയോഗിച്ച വീട്ടിൽ കുറെ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതെന്താക്കുക, ട്രാൻസ്പെറന്റ് ആയിരിക്കണം അല്ലേ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അങ്ങനത്തെ 3 വാട്ടർ ബോട്ടിൽ എടുക്കുക. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് കട്ട് ദം ഇൻ ടു ദ മിഡിൽ ആൻഡ് മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ ക്യാപ്പ് ഓഫ് ഈച്ച് ബോട്ടിൽ. 3 ബോട്ടിൽ നോക്കിക്കോളെ. ഇതാണ് ഒരു ബോട്ടിൽ. ഓക്കെ, ഇത് അടുത്ത ബോട്ടില്, അടുത്ത ബോട്ടിൽ, ഇങ്ങനെ 3 ട്രാൻസ്പെറന്റ് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഒരു മിഡിലിൽ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് എന്താക്കണം വിചാരിച്ചാൽ ആ ടോപ്പുള്ള ഭാഗമല്ലേ, ആ ടോപ്പുള്ള ഭാഗം മുറിച്ച് ഒരു ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് 3ന്റെ ആ ടോപ്പുള്ള ഭാഗം, ആ മുറിച്ച ടോപ്പ് വരുന്ന ഭാഗം 3ന്റെ എടുക്കുക. എന്നിട്ട് ആ ടോപ്പില് ഇവിടെ 3ന് ഒരു ടോപ്പ് ഉണ്ടാവും, അതിന്റെ അടപ്പ് അവിടെ ഒരു ചെറിയ ഹോൾ അങ്ങോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. മനസ്സിലായോ? അതിനെന്താണ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക, അതാണ് പറഞ്ഞത്. എന്നിട്ട് കീപ് ദം ഇൻവേർട്ടഡ് ആൻഡ് പുട്ട് സം ക്ലേ ഇൻ 1 ബോട്ടിൽ, സാൻഡ് ദ സെക്കൻഡ് ആൻഡ് ഗ്രേവൽ. അതായത് ഈ 3 ബോട്ടിൽ എടുത്തതിന് ശേഷം ഒന്നില് ക്ലേ, ഒന്നിൽ എന്താ പറഞ്ഞത് സാൻഡ്, ഒന്നിൽ എന്താ പറഞ്ഞത് ഗ്രേവൽ. ഓക്കെ, അങ്ങനെ 3ലും എന്താക്കി, ഒന്നില് സാൻഡ്, ഒന്നില് ഗ്രേവൽ, ഒന്നില് ക്ലേ, ഇങ്ങനെ 3 ബോട്ടിൽ 3 ബോട്ടിൽ എടുത്തു, മുറിച്ചു. എന്നിട്ട് ടോപ്പിൽ ഇങ്ങനെ 3 ഹോൾ ഇട്ടു ഓരോന്നിലും. എന്നിട്ട് ക്ലേയും സാൻഡും ഗ്രേവലും നിറച്ചു. എന്നിട്ട് പറഞ്ഞത് പ്ലേസ് 3 ഐഡന്റിക്കൽ ബീക്കേഴ്സ് ബിലോ ഈച്ച് ബോട്ടിൽ. എന്നിട്ട് എന്താക്കണം എന്നറിയോ, ഓരോ ബോട്ടിലിന്റെ താഴെയും, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്താക്കുക ബീക്കർ, ഇതിനെടുക്കുന്ന ഏത് ബീക്കറാണോ അതേ ബീക്കർ ഇവിടെയും വെക്കണം, ഇതേയും വെക്കണം. മനസ്സിലായോ? അങ്ങനെ 3 സെയിം ആയിട്ടുള്ള 3 ബീക്കർ എടുത്ത് ഓരോ ബോട്ടിലിന്റെ അടിയിലും വെക്കാം. ദെൻ predict the amount of water flowing out of എന്താണ് each bottle and collect the water that flows out through each bottle. എന്നിട്ട് നിങ്ങൾ എന്താക്കുക വിചാരിച്ചാൽ ഇതിലൂടെ വെള്ളം ഒഴിക്കണം 3ലേക്കും. മനസ്സിലായോ? ഇതിലേക്കും ഒഴിക്കണം, ഇതിലേക്ക് ഒഴിക്കണം, ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നിങ്ങളോട് എന്താക്കാനാ പറയുന്നത്, വാട്ടർ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യും വേണം. അതുപോലെ തന്നെ ഈ ഒരു ബീക്കറിൽ എന്താക്കണം, ഓരോന്നൊന്നും വരുന്ന വെള്ളം കളക്ട് ചെയ്ത് വെക്കാനുമാണ് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് എക്സ്പെരിമെന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിലൂടെ ഏറ്റവും കൂടുതൽ, ക്ലേയിലൂടെ ആയിരിക്കോ, സാൻഡിലൂടെ ആയിരിക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവലിലൂടെ ആയിരിക്കോ വാട്ടർ നല്ല ഈസി ആയിട്ട് പോകുന്നത്? ഇതിലൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇതിലൂടെ ഒഴിക്കുന്നുണ്ട്, അതുപോലെ ഇതിലൂടെയും ഒഴിക്കുന്നുണ്ട് വെള്ളം അല്ലെ. ഇങ്ങനെ 3ലേക്കും ഒഴിക്കുമ്പോൾ ഏതിലൂടെ ആയിരിക്കും വാട്ടർ നല്ല സുഖമായിട്ട് ഇറങ്ങി പോവാ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതിലൂടെ ആയിരിക്കും? അതിന്റെ പിക്ചർ ഇതാ ഇവിടെ ഇതാണ്ട 3 എണ്ണം, ക്ലേ, സാൻഡ്, ഗ്രേവൽ, 3ലും വെള്ളം നമ്മൾ ഒഴിച്ചു. അപ്പൊ നമ്മൾ ഇതാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ബോട്ടിലും വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്തു. അങ്ങനെ വെള്ളം കളക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് കമ്പയർ ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ ക്ലേ, സാൻഡ് ആൻഡ് ഗ്രേവൽ. അതായത് ഞാൻ പറഞ്ഞ പോലെ 3ലൂടെയുള്ള വാട്ടർ ഫ്ലോനെ കമ്പയർ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഏതിലൂടെ ആയിരിക്കും വാട്ടർ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ ഏതിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വെള്ളം കിട്ടുക? അതായത് ഇവിടെ ഒന്ന് ക്ലേയും സാൻഡും ഗ്രേവലും ആണ്. ക്ലേയിലൂടെ ആയിരിക്കും നല്ലോണം വെള്ളം പോവാ, അല്ലെ സാൻഡിലൂടെയോ ഗ്രേവലിലൂടെ പോവോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? വേഗം ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. സാൻഡിലൂടെയാണോ, ഗ്രേവലിലൂടെയാണോ, ക്ലേയിലൂടെയാണോ വെള്ളം നല്ല സ്മൂത്തിൽ പോവാ? ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് ഏതിലൂടെയാ കളക്ട് ചെയ്യാൻ പറ്റുക? ഏതിലൂടെ ആയിരിക്കും? ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. അതായത് നിങ്ങൾ എന്താക്കുക, ബോട്ടിൽ 1, ബോട്ടിൽ 2, ബോട്ടിൽ 3 3 നിറച്ചത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ്, അതായത് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏതിലൂടെ സ്ലോ ആണോ, ഫാസ്റ്റ് ആണോ, വെരി ഫാസ്റ്റ് ആണോ, വെരി സ്ലോ ആണോ പറയണം കേട്ടോ. 3ലും നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രഡിക്ഷനും ഒബ്സർവേഷനും കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. അതായത് ക്ലേയിലൂടെ നിങ്ങൾക്ക് വെരി സ്ലോ ആയിട്ടാണോ ഫാസ്റ്റ് ആയിട്ടാണോ തോന്നുന്നത്. അതുപോലെ തന്നെ ആക്ച്വൽ ഒബ്സർവേഷൻ എന്താണ്, അതുപോലെ നിങ്ങൾ എന്താക്കണം, സാൻഡിലൂടെയും ഗ്രേവലിലൂടെയും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലായി നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തതും ഒബ്സർവേഷനും കറക്റ്റ് ആണോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതിലൂടെ ആയിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയേ. ഏതിലൂടെ ആയിരിക്കും? ഓക്കെ, ഈ ഒരു ഫിഗർ കണ്ടോ? അതായത് വാട്ടർ റിയലി മൂവ്സ് ആൻഡ് ഇറ്റ് സ്റ്റോർഡ് വേർ ദ സ്പേസസ് ഓഫ് വൈഡ് ആൻഡ് ഓപ്പൺ ആൻഡ് കണക്ട്. ഇത് നോക്കിയേ, ഈ 2 ഫിഗർ കണ്ടോ?
ഈ രണ്ട് ഫിഗറും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇപ്പം ഇതിലൂടെ ഇത് വാട്ടർ മൂവ്മെന്റ് ആട്ടോ കാണിക്കുന്നത്. ഓരോ പാർട്ടിക്കിൾസ് നോക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്താ നിങ്ങൾക്ക് കുറെ സ്പേസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരുപാട് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. സ്പേസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം എന്താക്കും, ഈ സ്പേസിലൂടെ ഒക്കെ എന്താണ് ഇങ്ങനെ ഒഴുകി 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 താഴോട്ടെത്തും. ഇങ്ങനെ 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 ഒഴുകി എന്താണ് താഴോട്ടെത്താണ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ സാൻഡും ഗ്രേവലും അതുപോലെ ക്ലേയും മൂന്നെണ്ണാണല്ലോ എടുത്തത്, മൂന്നെണ്ണത്തിലും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കിൾസിന്റെ ഇടയിലാണോ സ്പേസ് ഉള്ളത് അതിലൂടെയായിരിക്കും വാട്ടർ എന്താക്കുക ഈസി ആയിട്ട് മൂവ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ വെച്ച ബീക്കറിൽ എന്താണ് നല്ലോണം വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒബ്സർവേഷൻ ആണ് ഇവിടെ ഇത്, അതിന്റെ ഫിഗറുമാണിത്. ഓക്കെ, water saves fastest through gravel, slower through sand and slowest through എന്താണ് slowest through ഇതാട്ടോ ക്ലേ ആണ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ വാട്ടർ സ്പീഡില് ഫാസ്റ്റസ്റ്റ് ആയിട്ട് സീപ്പ് ചെയ്യുക, അതായത് ഊന്നിറങ്ങി ഏത് കൂടിയാണ് ഗ്രേവലിലൂടെയാണ്, പിന്നെ ഏത് കൂടിയാണ് സാൻഡ്, പിന്നെ ഏതാ ഏറ്റവും സ്ലോ ആയിട്ട് ക്ലേയിലൂടെ. അതിന് കാരണം എന്താ മക്കളെ? അതാണ് ഞാൻ പറഞ്ഞത് ഗ്രേവൽ. ഇത് നോക്കിയേ, ഇത് ഗ്രേവലിന്റെ പാർട്ടികളാണ്. ഈ ഗ്രേവൽ പാർട്ടിക്കിൾസിന്റെ, അതായത് ആ ചരൽ എന്നാട്ടോ ഗ്രേവൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഗ്രേവൽ പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ ഓരോ പാർട്ടിക്കിളും തമ്മിലുള്ള സ്പേസ്, ഓരോ പാർട്ടിക്കിളിന്റെ ഇടയിലും നല്ലോണം സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒഴിക്കുമ്പോൾ എന്താണ് വെള്ളത്തിന് നല്ല സിമ്പിൾ ആയിട്ട് ഊഴ്ന്നിറങ്ങാൻ പറ്റും. പക്ഷെ സാൻഡ് ആണെങ്കിലും നമ്മുടെ ക്ലേ ആണെങ്കിലും അവിടുത്തെ ഓരോ പാർട്ടിക്കിൾസും നല്ല അടുത്തായിരിക്കും ഇരിക്കുക. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ ഈ വാട്ടറിന് അത്ര ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല. സാൻഡില് പിന്നെയും പറ്റും, പക്ഷെ ക്ലേന്റെ പാർട്ടിക്കിൾസ് ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതാ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാണ് ക്ലേ എന്ന് നോക്കിയേ, ക്ലേന്റെ പാർട്ടിക്കിൾസ് ഒക്കെ മക്കളെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയായിരിക്കും. ഇതാ ക്ലേ പാർട്ടിക്കിൾ കണ്ടോ, തീരെ സ്പേസ് ഇല്ലാതെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ എന്താണ് സ്പേസ് ഉണ്ടാവോ വരാൻ. അതാണ് അതിലൂടെ വാട്ടറിന്റെ മൂവ്മെന്റ് എന്തായിരിക്കും വളരെ സ്ലോ ആയിരിക്കും. അപ്പം പക്ഷെ ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? ഗ്രേവലിലായിരിക്കും. ഇത് ശ്രദ്ധിക്കണേ, ക്ലേ ആട്ടോ ഏറ്റവും സ്ലോയസ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട് ക്ലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പാർട്ടിക്കിൾസ് ആർ വൈഡർ വെൻ കമ്പയർഡ് ടു ദോസ് ഇൻ എന്താണ് സാൻഡ് ആൻഡ് ക്ലേ. സാൻഡിനെയും ക്ലേനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവൽ പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള സ്പേസ് എന്താണ് നല്ല വൈഡർ ആണ്. അതാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈസിയായി വെള്ളം എന്താവുന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. മനസ്സിലായോ? ഓക്കെ, hence water can seep through the gravel more easily. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ, അവിടുത്തെ സ്പേസ് വൈഡർ ആണെങ്കിൽ അതിലൂടെ വെള്ളത്തിന് നല്ല ഈസിയായി പോരാൻ പറ്റും. ഇൻ ദിസ് വേ വാട്ടർ സീപ്സ് ബെനീത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഈ ഒരു മെത്തേഡ് പോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്കും എന്താവുന്നത് വെള്ളം നല്ലോണം ഇറങ്ങുന്നത്. എല്ലാ സ്ഥലത്തും വെള്ളം ഒറ്റയടിക്ക് ഇറങ്ങുമോ? ഇല്ല. നല്ല അവിടുത്തെ പാർട്ടികൾ, അതായത് നമ്മളിപ്പോ രണ്ട് റീജിയൻ എടുക്കാണ്. ഒരു റീജിയനിൽ പെട്ടെന്ന് വെള്ളം നല്ല ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ടാവും, മറ്റേ റീജിയനിൽ ചിലപ്പോൾ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്, ഈ വെള്ളം ഇറങ്ങിയ പ്ലേസ് പറഞ്ഞാൽ അവിടുത്തെ അപ്പം സോയിലാണെങ്കിൽ അവിടുത്തെ ആ മഡിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്പേസ് എന്തായിരിക്കും നല്ല വൈഡർ ആയിരിക്കും. അപ്പം വെള്ളത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും മരത്തിന്റെ അടിയിലേക്ക്. പക്ഷെ മറ്റേ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും അവിടുത്തെ സോയിലുള്ള പാർട്ടിക്കിൾസ് ചിലപ്പോൾ എന്തായിരിക്കും നല്ല തിക്കായിട്ടാവും അറേഞ്ച് ചെയ്തത്. അപ്പൊ അതിന് സ്പേസ് ഉണ്ട് ഇറങ്ങി പോവാൻ ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കൂലേ, അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ എന്താണ്, ആ കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ വെള്ളത്തിന് താഴോട്ട് ഇറങ്ങാനുള്ള കപ്പാസിറ്റി പോകും. കാരണം എന്താണ്, കോൺക്രീറ്റ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ വരുന്നു. അപ്പൊ എന്താണ് വെള്ളത്തിന് താഴോട്ട് ഇറങ്ങാനുള്ള സ്പേസ് കിട്ടുന്നില്ല. മനസ്സിലായോ? ഓക്കെ, ഇൻ ദിസ് വേ വാട്ടർ സീപ്സ് beneath the surface of the earth. This process of surface water seeping through the soil and rock is called infiltration. എന്താ മക്കളെ? പ്രോസസ് ഓഫ് സർഫസ് വാട്ടർ. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന വെള്ളം താഴോട്ട് ഇറങ്ങുന്നില്ലേ, ഏതിലൂടെ? സീപ്പിംഗ് ത്രൂ ദ സോയിൽ ആൻഡ് റോക്ക്. അതായത് നമ്മുടെ മണ്ണ് വഴിയും അതുപോലെ കുറെ റോക്സ് ഒക്കെ ഉണ്ടാവും, പാറക്കെട്ടുകൾ. ഈ പാറക്കെട്ടുകൾ വഴിയും സോയിലൊക്കെ വഴി എന്താണ് നമ്മുടെ ഈ ഒരു ഭൂമിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെള്ളം താഴോട്ട് ഊർന്നിറങ്ങും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. മനസ്സിലായോ? ദ പ്രോസസ് ഓഫ് സർഫസ് വാട്ടർ സീപ്പിംഗ് ത്രൂ ദ സോയിൽ ആൻഡ് റോക്ക് ഈസ് കോൾഡ് ഇൻഫിൽട്രേഷൻ. മനസ്സിലായല്ലോ? സർഫസ് വാട്ടർ നല്ല താഴ്ന്ന റോക്കിലൂടെയും സോയിലൂടെയും മൂന്നിറങ്ങുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻഫിൽട്രേഷൻ. ഓക്കെ,
The water seeps through gets stored in the pore spaces of sediments and opening in the rocks beneath the surface as groundwater. അതായത് നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഈ താഴോട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ ഇത് എന്താക്കും, ഈ ഒരു വെള്ളം എന്താക്കും, സെഡിമെന്റ്സ്. ഈ സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാല് ഓരോ ജീർണിച്ച വസ്തുക്കളൊക്കെ ഉണ്ടാവൂലെ, നമ്മുടെ ഭൂമിയുടെ അടിയിൽ പല സാധനങ്ങളും എന്താക്കുണ്ടാവും, ഇങ്ങനെ നല്ല ജീർണിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ, എന്താ അഴുകി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എന്താണ് കുറച്ച് പോസ്റ്റ് സ്പേസസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം കുറെ സാൻഡ്, ഇപ്പം മണ്ണിലാണെങ്കിൽ താഴോട്ട് പോകും പല ടൈപ്പ് മണ്ണുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ലെയേഴ്സ്, അതിനൊക്കെ സെഡിമെന്റ്സ് എന്ന് പറയാം. അപ്പം ആ ഒരു സെഡിമെന്റ്സിലും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ പാറക്കെട്ടുകളിലൊക്കെ ഉള്ളിൽ ചില ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആ ഓപ്പണിങ്സ് തന്നെ, അല്ലെങ്കിൽ ആ ലെയർ അവിടെയൊക്കെ എന്താണ് ഈ ഊഴ്ന്നിറങ്ങുന്ന സീപ്പ് ചെയ്തു പോകുന്ന വെള്ളം എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ പറയുന്ന പേരാണ് സർഫസ് എന്താണ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞത്. The water seeps through gets stored in the pore spaces of sediments and opening in rocks beneath the surface as എന്താണ് ഗ്രൗണ്ട് വാട്ടർ. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. കാരണം എന്താണ്, സർഫസ് വാട്ടർ ഇങ്ങനെ, അതായത് മുകളിലുള്ള വെള്ളം താഴോട്ട് ഊർന്നിറങ്ങിയിട്ട് എന്താണ് സ്റ്റോർ ചെയ്യാണ് ആസ് എന്താണ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് പറഞ്ഞത്. ദ അണ്ടർഗ്രൗണ്ട് ലെയേഴ്സ് ഓഫ് സെഡിമെന്റ്സ് ആൻഡ് റോക്സ് ദാറ്റ് സ്റ്റോർ വാട്ടർ ഇൻ ദ pore spaces ആർ കോൾഡ് aquifers. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റോക്സിലും അതുപോലെ സെഡിമെന്റ്സിലൊക്കെ എന്താണ് ഈ ഒരു വാട്ടർ എന്താണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് aquifers എന്ന് പറയുന്നത്. മനസ്സിലായോ? The underground layers of sediments and rocks that store water in the pore spaces are called aquifers. നമ്മൾ പറഞ്ഞു നമ്മുടെ സെഡിമെന്റ്സിലാണെങ്കിലും അതുപോലെ റോക്സിലാണെങ്കിലും ഗ്രൗണ്ട് വാട്ടർ ആയി സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അതെന്താണ്, ഈ സെഡിമെന്റ്സിന്റെയും അതുപോലെ തന്നെ റോക്സിന്റെയും പോർ സ്പേസിലാണ് എന്താക്കുന്നത് ഈ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് aquifers എന്ന് പറയുന്നത് കേട്ടോ. ഈ ടേം ഒന്ന് ഓർത്ത് വെക്കണേ. aquifers എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ലെയേഴ്സ് ഓഫ് സെഡിമെന്റ്സ്, സെഡിമെന്റ്സിന്റെയും അതുപോലെ ആൻഡ് റോക്സ് ദാറ്റ് സ്റ്റോർ ദ വാട്ടർ ഇൻ ദ പോർ സ്പേസസ്. അണ്ടർഗ്രൗണ്ട് ലെയറിലുള്ള പോർ സ്പേസിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും, അവിടെയാണ് എന്താക്കുന്നത് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് aquifers എന്ന് പറയുന്നത്. നോക്കിയേ, ദിസ് ഈസ് ദ വാട്ടർ വി എക്സ്ട്രാക്ട് ബൈ ഡിഗിങ് വെൽസ് ഓർ ഡ്രില്ലിംഗ് ബോർവെൽസ് ഇൻടു ദ aquifers. അതായത് ദിസ് ഈസ് ദ വാട്ടർ വി എക്സ്ട്രാക്ട് ബൈ ഡിഗിങ് വെൽസ്, അതായത് നമ്മള് കിണറൊക്കെ കുഴിക്കൂലേ, അപ്പൊ കിണറൊക്കെ കുഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലേ, അതൊക്കെ എന്താണ് ഈ aquifers വഴിയാണെന്നാണ് പറയുന്നത്. ദിസ് വാട്ടർ മേ ബി എ ഫ്യൂ മീറ്റേഴ്സ് ടു 100 of meters below the underground depending on the location. അതായത് ഈ വാട്ടർ കിട്ടുക എന്ന് പറയുന്നത്, അതായത് ഈ aquifers എന്ന് പറയുന്നത് ഈ ഒരു സെഡിമെന്റ്സിലും റോക്സിലും ഒക്കെ എന്താണ് സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ആണ് അല്ലെ. അപ്പൊ ഈ aquifers-ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിക്കുമ്പോഴേക്കൊന്നും കിട്ടൂല, എന്താണ് കുറച്ച് മീറ്റർ എന്താണ് താഴോട്ട് ഭൂമിന്റെ അടിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്താക്കുള്ളൂ ഈ സ്റ്റോർ ചെയ്ത വെള്ളത്തിനെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത്, ദ ഗ്രോയിങ് വാട്ടർ റിക്വയർമെന്റ് ഓഫ് എൻ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഹാവ് ലെഡ് ടു ദ എക്സസീവ് ഗ്രൗണ്ട് വാട്ടർ extraction. Additionally, decreased vegetation cover and increased concrete surfaces in urban areas have limited water infiltration. അതായത് നമ്മളുടെ നമുക്കറിയാം ഓരോ വർഷം തോറും എന്താണ് ഇങ്ങനെ ജനസംഖ്യ കൂടി 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 വന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഈ പോപ്പുലേഷന്റെ ഭയങ്കര വർധനവ് കാരണം എന്താ ചെയ്യുന്നത്, ഓരോരുത്തർക്കും വാട്ടർ റിക്വയർമെന്റ് കൂടി വരിക അല്ലെ. ഇങ്ങനെ വാട്ടർ റിക്വയർമെന്റ് കൂടി വരുന്നോണ്ട് എന്താണ് വാട്ടറിനെ, അതായത് മാക്സിമം അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കുക. ലാസ്റ്റ് എന്താവും, നമ്മുടെ ഭൂമിയുടെ ഇടയിൽ ഒരു വാട്ടറും, അതായത് സ്റ്റോർ ചെയ്ത വാട്ടർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തുന്ന പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ദിവസം എന്തൊക്കെ പർപ്പസിന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അത് എങ്ങനെയാ കിട്ടുന്നത്, ഈ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളത്തിൽ നിന്നല്ലേ കിട്ടുന്നത് അല്ലേ. അതായത് നമ്മൾ കിണറും അതുപോലെ ചില ആളുകളുടെ വീട്ടിൽ ബോർവെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് ഈ താഴെ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം. അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലൊക്കെ എന്താണ് നമ്മളിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണെന്നാണ് പറയുന്നത് ഡ്യൂ ടു ദ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഇങ്ങനെ ഭൂമിയിൽ അടിഞ്ഞുകൂടുക. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് വെജിറ്റേഷൻ, നമ്മളുള്ള മരങ്ങളാണെങ്കിലും ബാക്കി ചെടികളാണെങ്കിലും എല്ലാം വെട്ടി നശിപ്പിക്കുക, അവിടെയൊക്കെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ഒരു ഡിക്രീസ്ഡ് വെജിറ്റേഷനും അതുപോലെ ഇൻക്രീസ്ഡ് കോൺക്രീറ്റ് സർഫസും കാരണം എന്താണ് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറ്റ് കോസസ് എന്താണ് ഹാവ് ലിമിറ്റഡ് വാട്ടർ ഇൻഫിൽട്രേഷൻ ആസ് എ റിസൾട്ട് ഗ്രൗണ്ട് വാട്ടർ ഗെറ്റ് ഡിപ്ലീറ്റഡ്. അതുകൊണ്ട് എന്താണ് ഭൂമിന്റെ അടിയിലുള്ള വെള്ളം കൂടി എന്താണ് നശിച്ചുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്.
മനസ്സിലായല്ലോ. അപ്പൊ ഇത് ജസ്റ്റ് എന്താന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ അക്യുഫോഴ്സ് ഓർക്കണം, നേരത്തെ പറഞ്ഞ വാട്ടർ സൈക്കിൾ ഓർക്കണം, അതുപോലെ ഇൻഫിൽട്രേഷൻ ഒക്കെ അങ്ങനത്തെ കുറച്ച് ടേം പറഞ്ഞത് ഓർക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. ഇത് ജസ്റ്റ് കണ്ടില്ലേ നേരത്തെ സാധനങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇങ്ങനെ ഊഴ്ന്നു ഇറങ്ങും, എന്നിട്ട് വീണ്ടും എന്താണ് സെഡിമെന്റിലെ റോക്കിലേക്കൊക്കെ പോയിട്ട് അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ലെയറിലുള്ള പോറിൽ എന്താക്കും വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് അക്യുഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫിഗർ ആണ് തന്നത്. ക്ലിയർ ആയല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റേഡിയേഷൻ പഠിച്ചു, കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു, ദെൻ അത് കഴിഞ്ഞിട്ട് വാട്ടർ സൈക്കിൾ പഠിച്ചു, അതിലുള്ള പ്രോസസ്സ് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് എങ്ങനെയാണ് നമ്മുടെ ഭൂമിന്റെ അടിയിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത് എന്നും പഠിച്ചു. അത്രേ ഉള്ളൂ ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനത്തിനൊക്കെ കൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ? കമോൺ. Okay, again, there are 3 ways in which heat is transferred from one place to another. ഏതൊക്കെ വഴിയാ? കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ. ഇങ്ങനെ 3 മെത്തേഡ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. മെറ്റീരിയൽ ദാറ്റ് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം ഈസിലി ആർ കോൾഡ് എന്നാണ് ഗുഡ് കണ്ടക്ടേഴ്സ്. ഹീറ്റിനെ വളരെ സിമ്പിൾ ആയി കടത്തി വിട്ടാൽ അതിനെ പറയുന്നത് എന്താണ്? കണ്ടക്ടേഴ്സ്. ഇനി അത്ര സ്പീഡിൽ അല്ലെങ്കിൽ അങ്ങനെ കടത്തി വിടാത്തവയാണെങ്കിൽ ദേ ആർ ദ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, അല്ലെങ്കിൽ അതിന് എന്തെന്നും കൂടി പറയും? ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് പറഞ്ഞ മെറ്റീരിയൽ ദാറ്റ് ഡോണ്ട് അലോ ഹീറ്റ് ടു പാസ് ദം ഈസിലി ആർ കോൾഡ് ദ പൂർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. In solid, heat is mainly transferred through the process of conduction. ഞാൻ പറഞ്ഞു സോളിഡിലാണെങ്കിൽ ഏത് മെത്തേഡ് വഴിയാ? കണ്ടക്ഷൻ. ലിക്വിഡിലും ഗ്യാസിലും ഏത് മെത്തേഡ് വഴിയാണ്? കൺവെക്ഷൻ. And in liquid and gases, heat is transferred by the process of convection. Okay, in convection, heat transfer take place by the actual movement of particles. Land breeze and sea breeze are examples of process of convection. ഞാൻ പറഞ്ഞു ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ കൺവെക്ഷൻ നടക്കുള്ളൂ. എക്സാമ്പിൾ ആണ് ലാൻഡ് ബ്രീസ്, ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകുന്നത്, സീ ബ്രീസ്, സീയിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്നത്. ഹീറ്റ് ഫ്രം സൺ റീച്ചസ് ദ എർത്ത് ത്രൂ റേഡിയേഷൻ. അതറിയാലോ, അതായത് ഒരു എനർജി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് സണ്ണിലുള്ള എനർജി നമ്മുടെ എർത്തിലേക്ക് വരികയാണ്, ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് വന്നു, ത്രൂ ദ പ്രോസസ് നോൺ ആസ് റേഡിയേഷൻ. ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത്, ഓൾ ഒബ്ജക്ട് എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് ദെയർ സറൗണ്ടിങ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് റേഡിയേഷൻ. അതുകൊണ്ടാണല്ലോ അടുപ്പിന്റെ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത്. പ്രോസസ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ റിക്വയർ എ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ, but no medium is required for radiation. കൺവെക്ഷനും കണ്ടക്ഷനും റിക്വയർ മീഡിയം ആണെങ്കിൽ റേഡിയേഷൻ doesn't require medium. അടുത്ത നോക്കിയത്, പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഡിസൈനിങ് ദ ഹൗസസ് ആൻഡ് ക്ലോത്തിങ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. അതായത് ഹിമാലയത്തിന് മുകളിലുള്ള ഹൗസസ് എങ്ങനെയാണ് അതുപോലെയാണോ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അതെന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുക എന്നർത്ഥം. ക്ലിയർ ആയോ? അടുത്തത്, the continuous movement of water upward as water vapor, then downward as എന്താണ്? precipitation, passing through the soil, rocks and plants, and finally returning to എന്താണ്? water body is called water cycle. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് എന്താക്കും? ഇവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും, പിന്നെ ക്ലൗഡ്സിൽ നിന്ന് താഴോട്ട് പ്രസിപ്പിറ്റേഷൻ ആയി വരും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനെ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ടർ സൈക്കിൾ. The process of surface water seeping through the soil rock is called എന്താണ്? ഇൻഫിൽട്രേഷൻ. നമ്മുടെ മണ്ണിലൂടെയും അല്ലെങ്കിൽ പാറക്കെട്ടിലൂടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് മഴ പെയ്ത വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻഫിൽട്രേഷൻ. The ground water is the water that seeps through gets stored in the pore spaces of the sediments and the opening in the rocks beneath the surface. അതായത് സർഫസിന് തൊട്ടടിയിലുള്ള സെഡിമെന്റ്സിലും അതുപോലെ റോക്സിലും ഒക്കെ എന്താണ്? വെള്ളം സ്റ്റോർ ചെയ്യും. അത് എന്തായിട്ടാണ്? ഗ്രൗണ്ട് വാട്ടർ ആയിട്ട്. അപ്പം ഈ സെഡിമെന്റ്സിന്റെ റോക്കിനെ അണ്ടർ ഏറ്റവും അടിത്തട്ടിലുള്ള ലെയറിന്റെ പോർ സ്പേസിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? അക്യുഫോഴ്സ് എന്നും പറയും. ദ അണ്ടർഗ്രൗണ്ട് ലെയേഴ്സ് ഓഫ്, അതാണ് പറഞ്ഞത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒന്നാണ്, അതും എന്താണ്? സെഡിമെന്റ്സിലും അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ റോക്സിലും സ്റ്റോർ ചെയ്യാണ്. പക്ഷെ അതെന്താണ്? അത് സർഫസിന് തൊട്ടടിയിലായിട്ട്. പക്ഷെ അക്യുഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ
സെഡിമെന്റ്സും അതുപോലെ റോക്കൊക്കെ ആവുമ്പോൾ അതിന്റെ ഒരുപാട് ലെയേഴ്സിൽ ഏറ്റവും അടിയിലുള്ള ലെയറിൽ പോർ സ്പേസ് ഉണ്ടായിരിക്കും. അവിടെ ഏറ്റവും അടിത്തട്ടിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ അക്യൂഫേഴ്സ്. സർഫസിന് തൊട്ടടിയിലുള്ളതിനെയാണ് എന്ത് പറയാ അണ്ടർഗ്രൗണ്ട് വാട്ടർ. രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അതിനാണ് ഈ ഫിഗർ കറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ഫിഗർ ഏറ്റവും അടിയിലാണ് അക്യൂഫേഴ്സ് ഉണ്ടാവുക കേട്ടോ. ഇവിടെ എന്താണ് ഇൻഫിൽട്രേഷൻ വഴിയാണ് ഈ ഭൂമി മഴ പെയ്യുന്ന വെള്ളമൊക്കെ ഒറ്റയടിക്ക് താഴോട്ട് എത്തുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ് ഇത്രയും പോയിന്റ് വരെ ഈ ചാപ്റ്ററിന്റെ ഈ ലാസ്റ്റ് 3 സ്ലൈഡ് പറഞ്ഞ ഈ ചാപ്റ്ററിന്റെ ഓൾ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്മറി മാത്രമാണ്. അത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ മനസ്സിലാവും. എല്ലാ സാധനങ്ങളും വളരെ ഷോർട്ടാക്കി ഒറ്റയടിക്ക് പറഞ്ഞതാണ്. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫുൾ സെറ്റ് അല്ലേ ഈ ചാപ്റ്റർ? എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫുൾ സെറ്റ്. ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യില്ല, അങ്ങോട്ട് ചോദിച്ചാലും ഇങ്ങോട്ട് ചോദിച്ചാലൊക്കെ. അപ്പം എല്ലാവരും എന്താക്കുക, ഒന്ന് വീട്ടില് എന്താക്കുക, ബുക്ക് എടുക്കുക, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വായിക്കുക. ചാപ്റ്റർ അങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾ പഠിക്കണ്ട, വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒറ്റയടിക്ക് ഉണ്ടാക്കും, നമ്മുടെ ബ്രെയിനിലെത്തും. മനസ്സിലായോ? അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. നെക്സ്റ്റ് നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് വീണ്ടും എന്താക്കണം, കണ്ടുപിട്ടണം. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആവണം കേട്ടോ. അടുത്ത ചാപ്റ്റർ മാം എടുക്കാൻ വരുമ്പോഴേക്കും എല്ലാവരും പഠിച്ച് സെറ്റ് ആവണം. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു കേട്ടോ. ഓക്കെ.